നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ആണ്. സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിങ്ങിൽ നമ്മുടെ പോളിമോർഫിസം അച്ചീവ് ചെയ്യുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗമാണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ്. ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഓപ്പറേറ്ററിന് നമ്മുടേതായിട്ടുള്ള ഒരു മീനിങ് അഥവാ നമ്മുടേതായിട്ടുള്ള ഒരു ഡെഫിനിഷൻ നൽകുകയാണ്. സോ ഈ ഒരു ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പുകളായ ഒബ്ജക്റ്റുകളുടെയോ അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സിൻ്റെയോ തമ്മിലുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ബിൽറ്റ് ഇൻ ടൈപ്പുകളായ ഫ്ലോട്ട്, ചാർ, ഇൻറ്റിജർ തുടങ്ങിയ ഡാറ്റ ടൈപ്പുകളുമായി നമ്മൾ ഓവർലോഡ് ചെയ്ത ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഈ ഡാറ്റ ടൈപ്പുകളുമായിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുകയില്ല. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പുകളായ ഒബ്ജക്ട്സ്, സ്ട്രക്ചർ തുടങ്ങിയ ഡാറ്റ ടൈപ്പുകളുമായിട്ടുള്ള ഓപ്പറേഷൻസിന് മാത്രമേ നമ്മുടെ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഉദാഹരണമായി നമുക്കറിയാം ഈ പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററാണ്. സോ ഉദാഹരണമായി ഞാനിവിടെ ഇൻറ്റ് ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് നോക്കുക. സോ നമുക്കറിയാം പ്ലസ് പ്ലസ് ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1 എന്നാണ്. സോ ഐനോട് കൂടി 1 കൂട്ടി പുതിയ വാല്യൂ ഐയിൽ സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് പ്ലസ് പ്ലസ് ഓപ്പറേറ്ററിൻ്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഡെഫിനിഷൻ. അത് നമ്മൾ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡെഫിനിഷൻ അത് തന്നെയായിരിക്കും, നമുക്കത് മാറ്റാൻ സാധ്യമല്ല. എന്നാൽ നമ്മളൊരു ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ചെയ്യുകയാണെങ്കിൽ ഉദാഹരണമായി ഒരു ഒബ്ജക്റ്റ് 1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ഓപ്പറേറ്റർ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡെഫിനിഷൻ, നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷൻ നമുക്ക് ഈ ഒരു പ്ലസ് പ്ലസ് ഓപ്പറേറ്ററിന് കൊടുക്കാൻ സാധിക്കും. നമ്മൾ ഏതൊരു ഡെഫിനിഷനാണോ ഈ പ്ലസ് പ്ലസ് ഓപ്പറേറ്ററിനുള്ളിൽ കൊടുക്കുന്നത് ആ ഒരു ഡെഫിനിഷൻ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റിൽ ഉപയോഗിക്കാൻ സാധിക്കും. സോ സാധാരണ നമ്മൾ പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഉദാഹരണമായി പ്ലസ് 1 കൂട്ടാനാണ് സാധാരണ നമ്മൾ പ്ലസ് പ്ലസ് ഉപയോഗിക്കുന്നത്, ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. സോ നമ്മളിത് ഉപയോഗിച്ച് നമുക്ക് പ്ലസ് 5 നൽകാം, അതുപോലെ 10 നൽകാം, 11 നൽകാം, എത്ര വേണമെങ്കിലും നമുക്ക് നൽകാൻ സാധിക്കും. നമ്മൾ ആ ഒരു ഫംഗ്ഷനുള്ളിൽ എന്താണ് എഴുതുന്നത് ആ ഒരു ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റുകളുമായിട്ടുള്ള ഓപ്പറേഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു കൺസെപ്റ്റിനെയാണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. സോ ഈ പ്ലസ് പ്ലസ് ആണെങ്കിൽ ഇതിനെ യൂണറി ഓപ്പറേറ്റർ എന്ന് പറയും, കാരണം യൂണറി ഓപ്പറേറ്ററിൽ ഒരു ഓപ്പറൻറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ അതുപോലെ നമുക്ക് അഡീഷൻ ഓപ്പറേറ്റർ ഉണ്ട്. അഡീഷൻ ഉപയോഗിച്ച് നമുക്ക് സാധാരണ ചെയ്യാൻ പറ്റുന്നത്, സോ ഇപ്പോൾ ഇവിടെ ഇൻറ്റ് എ ബി സി എന്ന് പറയുന്ന 3 വേരിയബിൾ ആണെങ്കിൽ നമുക്കറിയാം സി ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ ഇത് നമുക്ക് സാധാരണ ഡിഫാൾട്ട് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. സോ നമ്മൾ ഇവിടെ ഇൻറ്റിജർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൊന്നും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. സോ ഇതേ സ്ഥാനത്ത് നമ്മൾ രണ്ട് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് 1 അതുപോലെ ഒബ്ജക്റ്റ് 2. സോ ഈ 2 ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഓപ്പറേഷന് നമ്മൾ ഈ പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് ഡിഫൈൻ ചെയ്യേണ്ടി വരും. സോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഈ 2 ഒബ്ജക്റ്റുകൾ കൂട്ടുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കേണ്ടതെന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരുവിധം സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ ഒരുവിധം എല്ലാ ഓപ്പറേറ്റേഴ്സും നമുക്ക് ഓവർലോഡ് ചെയ്യാൻ സാധിക്കും. ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഈ കാണുന്ന 4 ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഓവർലോഡ് ചെയ്യാൻ സാധിക്കില്ല. ഈ ഡബിൾ കോളിനുള്ള സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, അതുപോലെ മെമ്പർ സെലക്ഷൻ, പോയിന്റർ ടു ഫംഗ്ഷൻ ഓപ്പറേറ്റർ, അതുപോലെ ടെർണറി ഓപ്പറേറ്റർ, ഈ കാണുന്ന ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഓവർലോഡ് ചെയ്യാൻ സാധിക്കില്ല. സോ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സോ നമുക്ക് ആദ്യമായി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലാസ്സിനുള്ളിൽ ഞാൻ പ്രൈവറ്റായിട്ട് ഒരു ഇൻറ്റിജർ ഇൻറ്റ് എ എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം ഒരു കൺസ്ട്രക്ടർ ഡിക്ലെയർ ചെയ്യുന്നു, പബ്ലിക്. നമുക്കറിയാം കൺസ്ട്രക്ടർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. ഒബ്ജക്റ്റ് ഇതിൻ്റെ എയുടെ വാല്യൂ ഞാൻ ഇനീഷ്യലൈസ് ചെയ്യുന്നു. എ ഇസ് ഈക്വൽ ടു 5 എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ എയുടെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാനൊരു എയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നതിനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. പ്രിൻറ്റിനുള്ളിൽ ഞാൻ സി ഔട്ട് എ എന്ന് കൊടുക്കുന്നു, എൻഡ് ലൈൻ. സോ ഇനി നമ്മളൊരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഒബ്ജക്റ്റ് ക്ലാസ്സിൽ നമ്മളൊരു obj1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ശേഷം obj1.print നമ്മൾ കോൾ ചെയ്യുന്നു. കോൾ ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമുക്ക് 5 എന്ന് പറയുന്ന ഒരു റിസൾട്ട് ലഭിക്കുന്നു. ഇനി നമുക്കൊരു ഓപ്പറേറ്റർ പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഓവർലോഡ് ചെയ്യാം. സോ പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഓവർലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കത് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്, നമ്മുടേതായിട്ടുള്ളൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. സോ നമ്മൾ ഈ പബ്ലിക്കിൽ വന്നതിന് ശേഷം കൺസ്ട്രക്ടറിന് താഴെയായിട്ട് ആദ്യമായി നമ്മൾ കൊടുക്കേണ്ടത് റിട്ടേൺ ടൈപ്പാണ്. നമ്മളിൽ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു കീവേഡാണ്, ഓപ്പറേറ്റർ. സോ ഏതൊരു ഓപ്പറേറ്ററാണ് ഉപയോഗിക്കുന്നത്, ഏതൊരു ഓപ്പറേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്ന കീവേഡ് കൊടുക്കേണ്ടതുണ്ട്.
അതിനുശേഷം സ്പേസ് കൊടുത്ത ശേഷം ഏതൊരു ഓപ്പറേറ്ററാണോ നമ്മൾ ഓവർലോഡ് ചെയ്യുന്നത്, സോ നമ്മളിവിടെ ഓവർലോഡ് ചെയ്യുന്നത് ഒരു പ്ലസ് പ്ലസ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലെ റൗണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമുക്ക് പാരാമീറ്റേഴ്സ് ഒന്നും കൊടുക്കാനില്ല, പാരാമീറ്റേഴ്സ് കൊടുക്കേണ്ട സമയത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ ഇതിനുള്ളിൽ വന്നതിന് ശേഷം നമുക്ക് ഈ പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? സോ നമ്മൾ സാധാരണ പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സംഖ്യയോട് കൂടി 1 ആണ് കൂട്ടുന്നത്. സോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സിസ്റ്റിംഗ് വാല്യൂവിനോട് കൂടി നമുക്ക് 5 കൂട്ടണമെന്ന് വെക്കുക. സോ ഞാനിവിടെ a = a + 5 എന്ന് കൊടുത്തു. സോ ഇവിടെ നമ്മൾ പുതിയൊരു ഡെഫിനിഷൻ ഈ പ്ലസ്സിന് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ എ വാല്യൂയോട് കൂടി ഏത് സമയത്ത് നമ്മൾ ഈ പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ 5 കൂട്ടുന്നു. സാധാരണ നമുക്ക് 1 ആണ് കൂട്ടാൻ കഴിയുക. സോ നമ്മൾ 5 കൂട്ടുന്നു. സോ നമ്മൾ ഈ ഒരു ഓപ്പറേറ്റർ നമ്മുടെ ഈ ഒബ്ജക്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്, ഒബ്ജക്റ്റുമായിട്ടുള്ള ഓപ്പറേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സോ നമ്മളിപ്പോൾ 5 കൂട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതിവിടെ ഉപയോഗിക്കാം. സോ ഞാനിവിടെ വന്നതിന് ശേഷം പ്ലസ് പ്ലസ് obj1 എന്ന് കൊടുക്കുന്നു. സോ ആ ഒരു ഓപ്പറേറ്റർ ഞാനിവിടെ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ 10 ലഭിച്ചു. സോ നമ്മൾ ഉപയോഗിച്ച ഓപ്പറേറ്റർ പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ ആയിരുന്നു. പ്ലസ് പ്ലസ് ഓപ്പറേറ്ററിൻ്റെ ഡെഫിനിഷൻ നമ്മൾ കൊടുത്തത് എക്സിസ്റ്റിംഗ് സംഖ്യയോട് കൂടി 5 കൂട്ടാനുള്ള ഒരു ഡെഫിനിഷനാണ് കൊടുത്തത്. ആ ഡെഫിനിഷൻ അനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിച്ചു. ഓക്കെ, സോ നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് 10 ലഭിച്ചു. ഇനി നമുക്ക് എക്സിസ്റ്റിംഗ് സംഖ്യയോട് കൂടി 10 ആണെങ്കിൽ നമ്മളിവിടെ 10 കൊടുക്കുന്നു. ശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 എന്ന് പറയുന്ന ഒരു റിസൾട്ട് ലഭിക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡെഫിനിഷൻ നമ്മുടെ ഓപ്പറേറ്റേഴ്സിന് നമുക്ക് ഇതുപോലെ നൽകാൻ സാധിക്കും. ആ ഒരു ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റുകളുമായിട്ടുള്ള ഓപ്പറേഷന് നമുക്ക് ആ ഓപ്പറേറ്റേഴ്സിന് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സോ ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. നമുക്ക് ഒരുവിധം എല്ലാ ഓപ്പറേറ്ററും ഇതുപോലെ ഓവർലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്.